വാഴക്കാട് പഞ്ചായത്തിൽ വ്യാപകമായി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലും റോഡ് വീതി കൂട്ടലും അടക്കം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ എത്രമാത്രം കാലത്തേക്ക് അത് മുന്നോട്ട് പോകും? പലപ്പോഴും അരീക്കോട് പഞ്ചായത്തിലടക്കം റോഡ് വീതി കൂട്ടി, പക്ഷെ അവിടെ മറ്റു വാഹനങ്ങളൊന്ന് പാർക്ക് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെയാണുള്ളത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പദ്ധതി പോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പൊതുജനങ്ങളിൽ ഒരു ആശങ്കയോട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്? പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല സപ്പോർട്ട് ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന് നൽകുന്നുണ്ട്. നമുക്കത് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ ഒരു ആശങ്കയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് വ്യാപാരികളും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണേഴ്സുമാണ്. ഞാൻ അവരോട് കൃത്യമായി പറയുന്ന ഒരു കാര്യം, അവർക്ക് ഒരു കാലത്തും ഇതൊരു നഷ്ടക്കച്ചവടമായി എന്ന ഒരു നിലയിലേക്ക് വിലയിരുത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം ഇപ്പോൾ ഇറക്കി കെട്ടിയതൊക്കെ അഴിച്ചു മാറ്റിയ ആളുകൾക്കൊക്കെ കച്ചവടം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾക്ക് ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമായി അവിടെ വന്ന് ആളുകൾക്ക് സാധനം വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള കൃത്യമായ ഒരു പ്ലാനിങ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആർക്കും ഭയപ്പെടാത്ത വിധത്തിൽ നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇതിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷമായ വിഭാഗത്തിനെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ആ അതൃപ്തിയും അസ്ഥാനത്തായിരുന്നു എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ വാഴക്കാട് എന്ന് പറയുന്ന ഒരു വിഷൻ ഞങ്ങളെ മുന്നിലുണ്ട്. ആ വിഷൻ കംപ്ലീറ്റ് ആകുന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടും എന്തായിരുന്നു പഞ്ചായത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അത് ബോധ്യപ്പെടുത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ വലിയ കാലതാമസം കൂടാതെ ഞങ്ങൾ നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ എടവണ്ണപ്പാറയെ സംബന്ധിച്ചിടത്തോളം MLA നേതൃത്വത്തിൽ തന്നെ അവിടെ ബ്യൂട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് ചേർന്ന് നിന്ന് വലിയൊരു മാറ്റം, ഈ ട്രാഫിക് കുരുക്കടക്കം ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതൊരു വെറുതെ പൊളിച്ചിട്ട് പോവുക മാത്രമല്ല, നമ്മൾ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ ദ്രോഹിക്കണമെന്നുള്ള നിലയിൽ അവൻ്റെ വ്യാപാര സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ദുരുദ്ദേശമൊന്നും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വ്യാപാരികൾക്ക് കൂടി സഹായകരമാകുന്ന ഒരു നിലപാടാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അത് എത്രമേൽ പ്രാധാന്യമുള്ളതായിരുന്നു എന്നുള്ളത് ഇന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും നാളെ അവർക്ക് ബോധ്യപ്പെടും. ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുകയും അത് നാളത്തെ ജനതയ്ക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുമെന്നുള്ള ഉറപ്പാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് MK നൗഷാദ് നൽകുന്നത്.